നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്ത് പണമിടപാടുകൾക്കായി ഇന്ന് ജനങ്ങൾ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് UPI ആണ്. ഇതിൻ്റെ പ്രധാന കാരണം ഇത് പൂർണ്ണമായും സൗജന്യമാണ് എന്നതാണ്. അതിനാൽ ബിസിനസ് സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതും UPI തന്നെയാണ്. എന്നാൽ ഇനി മുതൽ ഇതിൽ മാറ്റം വന്നേക്കുമെന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ചില ആശങ്കകൾക്ക് ഇടവയ്ക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ അതിനുള്ള നീക്കവും ആരംഭിച്ചു കഴിഞ്ഞു. അതായത് UPI അടക്കമുള്ള ഡിജിറ്റൽ പേയ്മെന്റ് രീതികളിൽ ബാങ്കുകൾക്കും സേവനദാതാക്കൾക്കും ഘട്ടം ഘട്ടമായി നിരക്കുകൾ ഏർപ്പെടുത്താൻ അനുമതി നൽകുന്ന പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് ആക്ട് ഭേദഗതി ബില്ലാണ് ഇപ്പോൾ അടുത്തിടെ ലോക്സഭയിൽ പാസാക്കിയത്. ഇതിനെ തുടർന്ന് UPI സേവനങ്ങൾ ഇനി സൗജന്യമല്ലാതായേക്കുമെന്ന ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ ഒരു തുകയാണെങ്കിൽ പോലും UPI പേയ്മെന്റുകൾ വഴി നടത്തുമ്പോൾ അതിനൊക്കെ തന്നെ നമുക്ക് ചാർജ് നൽകേണ്ടി വരുമോ, എക്സ്ട്രാ പൈസ അതിനുവേണ്ടി നൽകേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്കകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു പലതരത്തിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക വിശദീകരണമാണ് ഇപ്പോൾ വരുന്നത്. അതായത് സാധാരണക്കാർ നടത്തുന്ന UPI ഇടപാടുകൾക്ക് യാതൊരുവിധ നിരക്കുകളും ചുമത്തില്ലെന്നാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. വ്യക്തികൾ പരസ്പരം നടത്തുന്ന എല്ലാ ഇടപാടുകളും അത് സൗജന്യമായി തന്നെ തുടരും. ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ UPI ആപ്പുകൾ വഴിയുള്ള ഡിജിറ്റൽ പണമിടപാടുകൾക്ക് ഉപഭോക്താക്കൾ പ്രത്യേക സർവീസ് ചാർജുകളോ ഇടപാട് ഫീയോ നൽകേണ്ടി വരില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി എന്തെങ്കിലും തരത്തിലുള്ള പേയ്മെന്റ് നടത്തുമ്പോൾ പൈസ കൊടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്കയ്ക്ക് അവിടെ വിരാമമാവുകയാണ്. വ്യക്തികൾ തമ്മിൽ നടത്തുന്ന എല്ലാ UPI ഇടപാടുകളും പൂർണ്ണമായും സൗജന്യമായി തന്നെ തുടരുമെന്നും ധനമന്ത്രാലയം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ചെറുകിട കച്ചവടക്കാരെയും ബാധിക്കില്ല. പക്ഷേ ഇനി ഇതിവിടെ ബാധിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനി ആർക്കൊക്കെയാണ് നിരക്ക് നൽകേണ്ടി വരിക എന്നുള്ളതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് വൻകിട വ്യാപാരികളും പേയ്മെന്റ് പ്രൊവൈഡർമാരും തമ്മിലുള്ള അവർക്ക് വേണ്ടിയുള്ള ഒരു ക്രമീകരണം മാത്രമാണ് ഇതെന്നാണ് വിശദീകരണത്തിൽ പറയുന്നത്. അതേസമയം ചെറുകിട വ്യാപാരികൾ എന്നാൽ എത്ര രൂപയാണ് വരുമാന പരിധി എന്ന് വ്യക്തമാക്കുന്നില്ല. അതായത് ചെറുകിട വ്യാപാരികൾക്ക് വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും അവർക്ക് എത്ര ഒരു പരിധി വരെയാണ് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമാക്കുന്നില്ല. എത്ര രൂപ വരെയുള്ള ഇടപാടുകൾക്കാണ് ഇളവ് എന്നതും വ്യക്തമല്ല. സേവന നിരക്ക് നൽകേണ്ടി വരുന്ന വ്യാപാരികൾ UPI ഇടപാടിന് വിസമ്മതിക്കുകയോ ഫീസിന്റെ ഭാരം ഉപഭോക്താക്കളിൽ അടിച്ചേൽപ്പിക്കുകയോ ചെയ്താൽ എന്ത് ചെയ്യും എന്നതിനും ഉത്തരമില്ല. UPI ഇടപാടുകൾ രാജ്യത്ത് വ്യാപകമായതോടെ US പണമിടപാട് സ്ഥാപനങ്ങളായ വിസ, മാസ്റ്റർ കാർഡ്, പേപ്പാൽ എന്നിവയ്ക്ക് വലിയ തിരിച്ചടി നേരിട്ടിരുന്നു. ഇത് മറികടക്കാൻ US സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് UPI സേവനത്തിൽ ഫീസ് ഈടാക്കാൻ തീരുമാനിച്ചതെന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആരോപിക്കുന്നത്. പാർലമെന്റ് പാസാക്കിയ ദി ടാക്സേഷൻ ആൻഡ് അതർ ലോസ് ബിൽ 2026, പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് ആക്ട് 2007 വരുത്തുന്ന മാറ്റങ്ങളാണ് UPI ചാർജുകളെ കുറിച്ചുള്ള തർക്കങ്ങൾക്ക് വഴി തുറന്നത്. വ്യാപാരികൾക്ക് ഏർപ്പെടുത്തുന്ന ഇളവുകൾ ഒഴിവാക്കാൻ ബിൽ വഴി തുറക്കുന്നുണ്ടെങ്കിലും ഇത് സാധാരണ ഉപഭോക്താക്കളെ ബാധിക്കില്ലെന്ന് പേയ്മെന്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നിയമ ഭേദഗതി തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയായിരുന്നു എന്നാണ് ധനമന്ത്രാലയത്തിന്റെ നിലപാട്. ചെറുകിട വ്യാപാരികളെയും സാധാരണക്കാരെയും ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിലാകും പുതിയ ക്രമീകരണങ്ങൾ. സാമ്പത്തിക വർഷത്തിൽ 50 കോടി രൂപയിൽ കൂടുതൽ വിറ്റുവരവുള്ള വൻകിട സ്ഥാപനങ്ങൾക്ക് മാത്രമായിരിക്കും ഭാവിയിൽ ഇത്തരം നിരക്കുകൾ ബാധകമാകാൻ സാധ്യതയെന്നാണ് പേയ്മെന്റ് മേഖലയിലെ വിദഗ്ധർ വിലയിരുത്തുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ 314 ലക്ഷം കോടി രൂപയുടെ 24,000 കോടിയിലധികം ഇടപാടുകൾ നടപ്പിലാക്കി ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ ടൈം പേയ്മെന്റ് സിസ്റ്റമായി മാറിയ UPIയുടെ പ്രവർത്തനം സുഗമമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് സർക്കാർ ഉറപ്പ് നൽകുന്നത്. UPI സംവിധാനത്തിന്റെ ഭാവി സുരക്ഷയും കാര്യക്ഷമതയും ഉറപ്പാക്കാനാണ് നിയമ ഭേദഗതിയെന്ന് സർക്കാർ വ്യക്തമാക്കി. ദിനം പ്രതി കോടിക്കണക്കിന് ഇടപാടുകളാണ് രാജ്യത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈബർ തട്ടിപ്പുകൾ തടയാനും സാങ്കേതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും വലിയ തുക തുടർച്ചയായി നിക്ഷേപിക്കേണ്ടതുണ്ട്. സർക്കാരിന്റെ സബ്സിഡികളെ മാത്രം എന്നും ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്ത് കൂടുതൽ കമ്പനികളെ ആകർഷിക്കാൻ ഇത്തരം ഒരു മാറ്റം അത്യാവശ്യമാണെന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടി.